സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ശക്തമായ നടുവേദനയ്ക്ക് മുമ്പ് ഞാൻ നടുവേദനയ്ക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് പുതിയൊരു മരുന്ന്. കിടന്ന് പോയ ആൾ എണീറ്റിട്ടുണ്ട്. അത് ആത്മാർത്ഥതയോട് പറയുകയാണ്, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. വേലിപ്പരുത്തി ഏത് നടുവേദനയ്ക്ക് ഉപയോഗിക്കാം. ഡിസ്കിൻ്റെ പ്രശ്നം കൊണ്ടുള്ള നടുവേദന, ഇരുന്നിട്ടുള്ള ജോലി കൊണ്ടുള്ള നടുവേദന, എന്തിനും ആവട്ടെ അതൊക്കെ ഉപയോഗിക്കാനായിട്ട് ബെസ്റ്റാണ്. കുറച്ച് വേലിപ്പരുത്തി എടുക്കുക, ചെറുതായിട്ട് അരിയുക, മുറിച്ച് കടുകെണ്ണയിലിട്ട് വയ്ക്കുക. കടുകെണ്ണ അങ്ങാടിമേൽ ഷോപ്പിലൊക്കെ കിട്ടും കടുകെണ്ണ. 21 ദിവസം കഴിഞ്ഞിട്ട് അത് കുറേശ്ശെ എടുത്ത് അരച്ച് നടുവിനിട്ട് നന്നായിട്ടൊരു തുണി കൊണ്ട് കെട്ടി വെക്കുക. വളരെ ഫലപ്രദമാണ്. അങ്ങനെ ഒരു 10 ദിവസം അടുപ്പിച്ചങ്ങ് ചെയ്തേ. ആ എത്ര അഴുകും തോറും കടുകെണ്ണയിൽ ഈ വേലിപ്പരുത്തി എത്ര അഴുകും തോറും നന്നായി വരും. കടന്നുപോയ ഒരു സ്ത്രീ എനിക്ക് എഴുന്നേറ്റ് പോയിട്ടുണ്ട്. ഒന്നല്ല, 2 സ്ത്രീ. ഒരു സ്ത്രീയുടെ ഭർത്താവ് കിടന്നതിന് ശേഷം ഒഴിവാക്കിപ്പോയി, പക്ഷേ അവർ രക്ഷപ്പെട്ടു. അപ്പോൾ അത്രയും നല്ല മരുന്നാണ് ഈ വേലിപ്പരുത്തി. ഒന്ന് നിങ്ങൾ ചെയ്യാനായിട്ട് മടിക്കരുത്. നടുവേദന ഇല്ലാത്ത ആണും പെണ്ണും കേരളത്തിലില്ല എന്ന് വേണം പറയാനായിട്ട്. കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ഇതാണ്: വയറുവേദന, ഗ്യാസ് എളുപ്പത്തിൽ മാറ്റാവുന്ന ഒരു ഔഷധ ചെടിയാണ് ചോദിച്ചിരുന്നത്. അത് പേരക്ക. നമ്മുടെ പഴുത്ത പേരക്ക പിഴിഞ്ഞിട്ട് ആ നീരെടുത്ത് തേൻ ചേർത്ത് കഴിച്ചാൽ വേഗം ശമിക്കും. ഇന്നത്തെ ചോദ്യം ഇതാണ്: ശ്വാസകോശ രോഗങ്ങളെ അകറ്റാനുള്ള 2 ഔഷധ ചെടികൾ. ഇനി മുൻപ് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഉത്തരം വേറെ വേറെയാണ്. ഇത് പുതിയ ഉത്തരമായിരിക്കും. അപ്പോൾ ഉത്തരം നൽകാം. ഗൃഹവൈദ്യ പാഠ പുസ്തകം വാങ്ങാനായിട്ട് മടിക്കരുണ്ട. അത് നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറ തോറും ഇരുന്നോളും. അത് ഒരു ചികിത്സകനും ഇന്ന് വരെ ഈ അവരുടെ കാര്യങ്ങൾ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഞാൻ അങ്ങനെയല്ല, എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു വരുന്നു. ആ നല്ല അറിവുകൾ പുതിയ കാലത്തിലേക്ക് വരട്ടെ, പുതിയ തലമുറയിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഗൃഹവൈദ്യ പാഠപുസ്തകം വാങ്ങി വെക്കാൻ മറക്കണ്ട. അത് ഒരു നഷ്ടമാവില്ല നിങ്ങൾക്ക്, ഒരു മുതൽക്കൂട്ടായിരിക്കും വീട്ടിൽ. അത് വാങ്ങി വെക്കാനായിട്ട് മടിക്കരുത്. എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണം. നന്ദി, നമസ്കാരം.